ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഫുൾ ചിക്കൻ റോസ്റ്റാണ്. നമ്മളൊരു വീട്ടിലൊരു പാർട്ടിയോ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനായിട്ട് ഞാനൊരു ചിക്കൻ്റെ അതുപോലെ മുഴുവനായിട്ട് ക്ലീൻ ആക്കി എടുത്ത് നല്ലോണം കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ വിനാഗിരി ഒഴിച്ചിട്ട് ചിക്കൻ അതിൽ ഇട്ട് വെക്കുകയാണ്. ഒരു 10-20 മിനിറ്റ് ഇങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ചിക്കൻ്റെ ബാഡ് സ്മെല്ലും അതുപോലെ ബ്ലഡൊക്കെ നല്ലതായിട്ട് ക്ലീൻ ആയി കിട്ടും. പിന്നെ ചിക്കൻ നല്ല സോഫ്റ്റായി വരാൻ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. ഇത് ഉണ്ടാക്കുമ്പോൾ മാത്രമല്ല, എന്തിലായാലും ചിക്കൻ കഴുകി കഴിഞ്ഞാൽ കുറച്ച് സമയം വിനാഗിരിയിൽ സോക്ക് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. വെറും വിനാഗിരിയല്ല, വെള്ളത്തിൽ വിനാഗിരി ഒഴിച്ചിട്ട് സോക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞ് നല്ല ഡ്രൈ ആക്കി എടുക്കുക. ഇതുപോലെ അതിനുശേഷം നന്നായിട്ട് വരഞ്ഞെടുക്കുക. ആദ്യം നമുക്ക് ചിക്കനിലേക്ക് ഒരു ചെറിയൊരു മാരിനേഷൻ കൊടുക്കണം. അതിനായിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അതായത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടി, ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് ചെറുനാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് നമ്മൾ ചിക്കൻ ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് മാരിനേഷൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇതുപോലെ ചിക്കനിൽ മഞ്ഞളും മുളകൊക്കെ മിക്സ് ചെയ്ത് പുരട്ടി മാക്സിമം 1 മണിക്കൂർ വെക്കുക. കൂടുതൽ സമയം വെക്കാൻ പറ്റിയാൽ അത്രയും നല്ലത്. ചിക്കനിൽ നന്നായിട്ട് പിടിച്ച് കിട്ടും മസാല. പ്രത്യേകിച്ച് ഇത് ഫുൾ ചിക്കൻ ആയതുകൊണ്ട് മസാല പിടിച്ച് കിട്ടാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ലത് നമ്മൾ ഓവർനൈറ്റൊക്കെ വെക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും മാറ്റി വെക്കുക. അപ്പോൾ ഞാൻ നന്നായിട്ട് ചിക്കൻ എല്ലാ ഭാഗത്തും നമ്മളെ മുളക് തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 1-2 മണിക്കൂറിന് ശേഷം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. 1 മണിക്കൂറിന് ശേഷം ഞാനിതിപ്പം എയർ ഫ്രയറിലാണ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കുക്കർ എടുക്കുക. കുക്കറിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഈ ചിക്കൻ അങ്ങനെ വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ച് ഒരു വിസിൽ കൊടുക്കുക. ഒരു വിസിൽ വന്ന ഉടനെ തീ ഓഫ് ചെയ്യുക. പെട്ടെന്ന് തന്നെ കുക്കർ ഓപ്പൺ ചെയ്ത് ചിക്കൻ പുറത്തേക്ക് എടുക്കുക. ഇല്ലെങ്കിൽ ചിക്കൻ പെട്ടെന്ന് വെന്ത് ഉടഞ്ഞു പോകും. എന്താ പറയുക, കുക്കറിൽ വെക്കുന്നതാണെങ്കിൽ നിങ്ങൾ ഒരു വിസിലേ കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ എയർ ഫ്രയറിലാണ് ചെയ്യുന്നത്. അതാകുമ്പോൾ എണ്ണയില്ലാണ്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. അപ്പം ചിക്കൻ നമ്മൾ അങ്ങനെ റെഡിയാക്കി മാറ്റി വെക്കുക. അതിനുശേഷം ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയോ ഓയിലോ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. അതിലേക്ക് നമ്മൾ സ്പൈസസ് ഇട്ട് കൊടുക്കുക. പട്ട, ഗ്രാമ്പു, ഇലക്ക ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു 2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ അല്ലെങ്കിൽ ചതച്ചതോ ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂപ്പിച്ചെടുത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് 2 വലിയ ഉള്ളി ഇതുപോലെ നീളത്തിൽ നൈസായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നമ്മളിതിലൊരു മസാലയാണ് ഉണ്ടാക്കുന്നത്. ചിക്കനിലേക്ക് റോസ്റ്റിന് ആവശ്യമായിട്ടുള്ള മസാല. വേണമെങ്കിൽ നിങ്ങൾക്ക് വെല്ലുള്ളിക്ക് പകരം ചെറിയ ഉള്ളി ഉപയോഗിച്ചാൽ കുറച്ചുകൂടെ നല്ല രുചിയുണ്ടാവും. ഉള്ളി ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എല്ലാ മസാലയും നന്നായിട്ട് വഴന്ന് വരണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കുന്നത്. നമ്മളിതിൽ മല്ലിയിലൊന്നും ചേർക്കുന്നില്ല. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ചിക്കനിൽ ഓൾറെഡി ഉപ്പുണ്ട്. മസാലക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഒരു 3-4 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ചേർക്കാം. ഉള്ളി ഒന്ന് നന്നായിട്ട് വഴന്ന് നല്ല ഇതുപോലെ ആകുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, കുറച്ച് ചിക്കൻ മസാല. ഇത്രയാണ് മസാലപ്പൊടികൾ ചേർത്തിട്ടുള്ളത്. ഒന്നുകൂടി പറയാം: മഞ്ഞൾ, മുളക്, ഗരം മസാല, ചിക്കൻ മസാല, കുരുമുളക് പൊടി. അതൊക്കെ നമ്മൾ ആവശ്യത്തിന് ചേർക്കാം. പൊടികൾ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം അരിഞ്ഞ് വെച്ചിട്ട് തക്കാളി ചേർക്കാം. ഞാനിവിടെ 2 തക്കാളി ഇതുപോലെ നൈസായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തക്കാളിയും മറ്റുള്ള മസാലപ്പൊടികളും എല്ലാം ഒന്ന് നന്നായിട്ട് വഴന്നോട്ടെ. വേണമെങ്കിൽ നമുക്കൊന്ന് അടച്ചു വെക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം, നല്ല തിളച്ച വെള്ളം ഒഴിക്കാം. ചെറിയൊരു ഗ്രേവി പോലെ ആക്കണം. എന്നാലേ നമുക്ക് ഈ ഒരു മസാല ചിക്കനിൽ നന്നായിട്ട് പിടിച്ചു കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ഗ്രേവി പോലെ ആക്കുന്നത് കേട്ടോ. ഒരുപാട് വേണ്ട, കുറച്ച് ഒരു കുഴഞ്ഞ പരുവത്തിലാക്കിയെടുത്താൽ മതി. ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ഈ ഒരു സമയത്ത് നമ്മൾ ചെക്ക് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഈ ഒരു മസാല തെളിഞ്ഞ്, അതായത് എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ എയർ ഫ്രയറിൽ വെച്ച് ഫ്രൈ ചെയ്ത ആ ഒരു ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഉണ്ടാവും. അതിനുശേഷം നമ്മളിത് മസാലയിലിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് മസാലയൊക്കെ കോരി ഇതിൻ്റെ മുകളിൽ, ചിക്കൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. നമ്മളിത് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ആ മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിക്കണം. അതിനിങ്ങനെ ഇടയ്ക്ക് തിരിച്ചും മറിച്ച് വിട്ടിട്ട് നന്നായിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കുക. അടച്ച് വെച്ച് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയായി കിട്ടും. അടച്ച് വെച്ച് ചെറിയ തീയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടുള്ളൂ. അങ്ങനെ ഇതാ നമ്മൾ ചിക്കൻ റോസ്റ്റ്, ഫുൾ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ, ചെറിയ ഫംഗ്ഷനൊക്കെ ഉണ്ടാവില്ല, ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. എന്തിൻ്റെ കൂടെ ആയാലും നല്ല കോമ്പിനേഷനുമാണ്. അപ്പോൾ അതാ നമ്മളെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്